കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർധനരായിട്ടുള്ള മറ്റ് 8 കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു. കോട്ടയം ജില്ലയിലെ കൊല്ലം സുധിച്ചേട്ടന്റെ മോനുമായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? ഞാൻ കണ്ടിരുന്നു അല്ല, നിന്റെ കെട്ടിയന്റെ പേര് പറയാൻ മച്ചമ്പി രേണുസുതി, നീ വന്നിട്ട് എന്തിനാണ് എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നത്? അത് എന്നെ പറയുന്നില്ല, നിന്നെ പറഞ്ഞ വേറെ ആൾക്കാർക്ക് റിപ്ലൈ. എന്നെ പറയാൻ പേടിയോ ഭയമാ അപ്പിടിയാ? ആയിക്കോട്ടെ, ഇതെല്ലാം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഭയത്തിനൊന്നും ഞാൻ കുത്തികളക്കാൻ പോകുന്നില്ല, അതെന്തേലും ആവട്ടെ. അപ്പൊ രേണുസുതി, നിന്റെ കമന്റിലോട്ടും നിന്റെ മെസ്സേജിലോട്ടൊക്കെ ഞാൻ വരാം, അതവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ കുറേ എണ്ണം ഉണ്ട് നിന്റെ സഹായികൾ, നിന്റെ കൂട്ടുകാരികൾ, നിന്റെ ഇടം വലം വലിഞ്ഞ ചങ്ങല, അങ്ങനത്തെ 2-3 സാധനങ്ങൾ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. നിങ്ങൾ എല്ലാവരും വെച്ചോ കേട്ടോ കണ്ണാടി, ഒന്നിനൊന്നിനും മെച്ചമാണ്. ആർക്കിട്ട് എപ്പോൾ കൊട്ടുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു 2-3 സാധനങ്ങളാണ്. മനുഷ്യന്മാരെ കണ്ടു പഠിക്കരുത് ചില മനുഷ്യന്മാരെ. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കും. നിന്നെയൊക്കെ പോലുള്ളതിനെ കണ്ടേ പഠിക്കാൻ പാടില്ല. എന്ത് പറയണോ എന്ത് ചെയ്യുന്നു നിനക്കൊക്കെ പോലും ബോധമില്ല. പരസ്പരം കൂടെ വന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുതുകാല് വെട്ടുന്ന പരിപാടി എല്ലാം പോട്ടെ. അത് നീയൊക്കെ എന്തായാലും വെച്ച് അടിച്ച് ചാവും, നമുക്കൊരു വിഷയമില്ല. കുറേ നാറികൾ പലപ്പോഴായിട്ട് പറയാറുണ്ട്, ബിഷപ്പ് അദ്ദേഹം വസ്തു കൊടുത്തത് റീച്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സെന്റ് വിറ്റ് പോകാൻ. അത് ഞാൻ ഇപ്പോൾ ഒന്ന് ശരിയാക്കി തരാം. അതിനു മുന്നേ രേണുവിന്റെ ഒരൊറ്റ കൂട്ടുകാരി ഒരുത്തിയുണ്ട്, ഇവളുടെ വീഡിയോ ഞാൻ ഇപ്പൊ കൊടുക്കുക. രേണുവിന്റെ ചങ്ക് ജഗയാണ്, മറ്റവളല്ല, സജിനല്ല. അതിന്റെ വായിൽ അമ്പളങ്ങ വെട്ടി ഇരിക്കുകയാണ്. അതിന് ഇതിനൊന്നും മറുപടിയില്ല, ഒന്നും പറയാനില്ല, ഒന്നും കേൾക്കാനുമില്ല, ഒന്നുമില്ല. പക്ഷെ എന്തൊക്കെ വന്നാലും കൂട്ടുകാരി രംഗത്ത് വന്നിരിക്കുകയാണ് രേണുവിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ. രേണുവിനെ ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടിയിട്ട് ഒരു വിവരമില്ലാത്ത സാധനം രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് കാണാം. തീരുമാനം ഉണ്ടാക്കൂ. കാരണം ഓരോരുത്തരുടെ ചാനലിലും എല്ലാവരും സ്വയം പുകഴ്ത്തുകയാണ്. ശരി, ഓക്കെ, നമുക്ക് രണ്ടാമത്തത് നമ്മുടെ രേണുവിന്റെ വീടാണ്. ഇപ്പൊ രേണുവിന്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് നോട്ടീസ്, പേപ്പർ, അതിൻ്റെതൊക്കെ ഇവർ വ്ളോഗേഴ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അതല്ലാതെ ലീഗലി രേണുവിന്റെ കുടുംബത്തിനോ ഇതുവരെ അതിന്റെ വേറെ ഒരു ഫോൺ കോളോ അതല്ലെങ്കിൽ വേറെ പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും. നീ ആരാടി? നീ ആരാന്നാ നിന്റെ വിചാരം? അത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി കളയും. നീ ആരാ? അയ്യേ, പറയുന്ന വർത്തമാനം അടിക്കുന്ന വാഴത്താളം കേട്ട് കഴിഞ്ഞാൽ നാം താണ്ടാ കോടതി അന്ത മാതിരി താ വാഴ്ക്കൈ കുറെ എണ്ണം കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും കണകൊണ 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 എന്ന് വെട്ടാനായിട്ട്. എവിടെ നിന്നടേ ഇതൊക്കെ വരുന്നത്? എന്തോന്നടേ, നിനക്കൊക്കെ ഒരു പണിയും ഇല്ലേ? നിനക്ക് എന്നാ കീര വിത്തറിയാം? ഇങ്ങനെ ഒരു നോട്ടീസ് രേണുവിന്റെ കുടുംബത്തിന് വന്നിട്ടില്ല. രേണു ബഹറിലെങ്ങാണ്ടല്ലേ നിൽക്കുന്നത്. അവള് നാട്ടിൽ വന്നാലേ സാധനം കൈപ്പറ്റാൻ പറ്റത്തുള്ളൂ. അത് രജിസ്റ്റേർഡ് ആണ്, അല്ല മറ്റേ ലെറ്റർ ബോക്സ് വഴി വരുന്ന സാധനമല്ല. കോടതി എന്ന് പറഞ്ഞ പേപ്പറാണ്. നിനക്കൊന്നും വിവരവും ബോധവും പൊക്കണമൊന്നും ഇല്ല അല്ലേ? അത് മനസ്സിലായി. സ്കൂളിന്റെ വരാന്ത പോയിട്ട് കഞ്ഞിപ്പരയുടെ വരാന്ത പോലെ നീയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാറശാലയ്ക്ക് അവമാനമായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ, എന്റെ പൊന്നളിയ നീ ബീഞ്ച് പോ. തേങ്ങ അറിഞ്ഞൂടെ, അരിമണിയും തിരിച്ചറിഞ്ഞൂടെ. പറയുന്ന പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നാ ക്വാഡാ തീരുമല്ലോ. എന്തോന്നടേ ഇതൊക്കെ? രേണുവിന് ഇതുവരെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. എന്നാ അവളെ ആര്? ഇടേ അവള് നാട്ടിൽ വരുമ്പം പോസ്റ്റ്മാൻ കൊണ്ടുവരും. പോസ്റ്റ്മാൻ അല്ല, മറ്റേ കോടതിയിൽ നിന്നുള്ള പേപ്പർ വരും. മനസ്സിലായോ? രജിസ്റ്റേർഡാണ്, ഒപ്പിട്ട് മേടിക്കണം. അല്ല അച്ചി വീട്ടിൽ കൊണ്ട് പ്രസന്റേഷൻ തരുന്ന പോലെ തന്നിട്ടങ്ങ് പോകൂല കണ്ടവന്റെ കയ്യിൽ. കേട്ടാ? വിവരം വേണം, ബോധം വേണം, പൊക്കണം വേണം. അതൊന്നും നിനക്കൊക്കെ ഇല്ല എങ്കിലും ഞാൻ പറഞ്ഞതാ. അയ്യോ, ഇറങ്ങിയിരിക്കണം രേണുവിനെ ന്യായീകരിക്കാനും രേണുവിന് വേണ്ടിയിട്ട് കൊട പിടിക്കാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉളുപ്പില്ലാത്ത കുറെ ജന്മങ്ങൾ. അവര് അതിന്റെ വഴിക്ക് എന്താണ് എന്നുള്ളത് അവരത് മൂവ് ചെയ്യും എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പൊ അവർക്ക് അതിന് ലീഗലായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടാത്ത സ്ഥിതിക്ക് അവരിതിനു വേണ്ടി പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ പ്രതികരിക്കുക അല്ലെങ്കിൽ അവരിന് എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കരഞ്ഞു മെഴുകേണ്ട ആവശ്യം അവർക്കില്ല. അതുകൊണ്ടാണ് അവരതിൽ പ്രതികരിക്കാത്തത്. ഇനി അവർക്കതിൽ എന്തെങ്കിലും ലീഗലായിട്ട് കിട്ടുവാണെങ്കിൽ അതിനുശേഷം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് അറിയിക്കുന്നതാണ്. പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന രേണുവിന്റെ പേരിൽ അല്ല ഇവർ ഈ വസ്തു കൊടുത്തിട്ടുള്ളത്. ഈ വസ്തു കൊടുത്തിട്ടുള്ളത് കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ്. അപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തതിനു ശേഷം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയ ഒരു ഫിഷക്കാരന് ഞാൻ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ഫിഷക്കാരന്മാർ പോവോ? നീ എല്ലാ വീടിന്റെ അകത്തിരിക്കണ കോപ്പ പോവും. നിന്റെയൊക്കെ വീട്ടിന്റെ അടുത്തൂടി പോവും, ഏഴല്ലത്തൂടി ഒരു ഫിഷക്കാരൻ പോവും ഇല്ല. കാരണം നീയെ കറുത്ത കൈ ഉപ്പ് വയ്ക്കൂലേ, അങ്ങനത്തെ ടീമാണ്.
ഇനി നാളെ ആ പിച്ചക്കാരൻ എങ്ങാണ്ട് നിന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ ആ പിച്ചക്കാരനെയും തള്ളക്കി വിളിക്കും. അതാണ് നിന്റെയൊക്കെ നിലവാരം. ഞാനൊരു കാര്യം പറയാം, നിനക്ക് ഉളുപ്പുണ്ട അതില്ല. സോറി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക്. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. സജിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അവൾ അണ്ണാക്കി പിരിവെട്ടിയിട്ട് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല, ഞാൻ അവളെ പോലെ അല്ല. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ആണ് ബിഷപ്പ് ഈ വസ്തു തന്നതെങ്കിൽ എന്ന് വയ്ക്കുക, നിനക്ക് തരാൻ പോകുന്നില്ല, തന്നതെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നീ ഈ ബിഷപ്പിനെ ഇതുപോലെ ചെളിവാരി അടിച്ച് നന്ദി കേട് കാണിക്കുമായിരിക്കുമല്ലേ? രേണുവിൻ്റെ കൂട്ടുകാരിയല്ലേ, സോറി എനിക്ക് തെറ്റുപറ്റിയതാ. എന്തായാലും നിനക്കൊക്കെ ഉള്ള അവാർഡ് കിട്ടും. കർമ്മ എന്ന് പറയുന്ന സാധനത്തിലൂടെ നിനക്കൊക്കെ ഉള്ള അവാർഡ് കിട്ടും. നിന്നെയൊക്കെ പോലുള്ള 1-2 കൂട്ടുകാരികൾ ചേർന്നിട്ട് നീ അവളെയും കുഴി ചാടിപ്പിച്ച് രേണുവിനെ ഉള്ള കാര്യം പറയാം. സാധാരണ നമ്മുടെ ഫ്രണ്ട്സ് നല്ലതാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ലതാവും. നമ്മുടെ ഫ്രണ്ട്സ് കേട് കിട്ടതാണെങ്കിൽ നമ്മൾ അതിനേക്കാളും കേട് കിട്ടതാകും. ഇതാണ് ഒരു പ്രപഞ്ച സത്യം. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ഞാനൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എന്റെയൊക്കെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് പറയും, അളയാ അത് ശരിയല്ല, നീ അങ്ങനെ ചെയ്യലും മുഞ്ച് പരിപാടി കാണിക്കില്ല എന്ന് പറയും എൻ്റെ അടുത്ത്. എടാ അത് തെറ്റ്, അത് ശരിയല്ല എന്ന് പറയും. അതാണ് നമ്മുടെ ഫ്രണ്ട്സ്. നമ്മുടെ തെറ്റ് കണ്ട് തിരുത്തുന്നവനാണ് നമ്മുടെ കൂട്ടുകാർ. അല്ലാണ്ട് നമ്മുടെ തെറ്റ് കണ്ടും കൊണ്ട് അതിനെ വലിയൊരു തെറ്റിലേക്ക് വഴിതിരിച്ച് വിടുന്നവരല്ല നമ്മുടെ കൂട്ടുകാർ. രേണുവിന് കിട്ടിയിട്ടുള്ള കൂട്ടുകാരെല്ലാം അങ്ങനെയാണ്. നിന്റെ കൂടെ നിന്ന് റീച്ച് ഉണ്ടാക്കിയിട്ട് 10 ആളറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പെടാപ്പാടുകളാണ് നിന്റെ കൂടെ നിൽക്കുന്ന ഓരോ 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 കോപ്പുകളും എന്ന് ഞാൻ പറയത്തുള്ളൂ. ഉളുപ്പില്ലാത്ത കുറേ ജന്മങ്ങൾ, ഇങ്ങനെയും കുറേ മനുഷ്യന്മാർ. എന്തിനാടാ നീയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? കഷ്ടം. വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകണം. പക്ഷെ എന്തോന്ന് മനുഷ്യരുടെ ഇതൊക്കെ. എല്ലാത്തിനും ഇറക്കി വിടണം. നിന്റെയൊക്കെ വീട്ടിൽ നിന്ന് നിന്നെയൊക്കെ ഇറക്കി വിടണം. ഇതൊക്കെ എന്തു സാധനങ്ങൾ. നിനക്കൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് കുന്തളിപ്പ് കൊഴുത്ത് കിടക്കണമെങ്കിൽ നീയും സജിനെയും മറ്റവളെയും ശാരികയൊക്കെ വിളിച്ച് നിങ്ങൾ എല്ലാവരും കൂടി രേണുവിന് പുതിയ വസ്തു വാങ്ങിച്ച് വീടും വെച്ച് കൊടു. കിച്ചൂറത്തപ്പനെ അവിടെ താമസിക്കിട്ട് ഈ രേണുവിന്റെ അപ്പനെയൊക്കെ എടുത്തോണ്ട് പോ. വേറെ എവിടെയും കൊണ്ടെടുത്ത് താമസിപ്പിക്കും. കേട്ടാ ഉളുപ്പില്ലാത്ത ജന്മങ്ങളെ. ഇങ്ങോട്ട് വിളിച്ച് എന്റെ കയ്യിൽ നിന്നും ഒരു 10 രൂപ കൊടുത്തതിന് ശേഷം അവൻ കുറച്ചൊന്ന് ദൂരെ അകലെ നടന്നു പോയതിനു ശേഷം ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ തന്ന 10 രൂപ ഇങ്ങനെ താന്ന് ചോദിച്ചിട്ട് ഞാൻ ആ പൈസ അവന്റെ നിന്ന് വാങ്ങുന്ന അവസ്ഥയാണ് ശരിക്കും ഇപ്പൊ നടക്കുന്നത്. നീ അവിടെ നെല്ല്, നീ ഒരു പൊടിക്ക് അടങ്ങട്ടി, നീ തിളക്കണ എങ്ങോട്ട്? നീ ഒരു ഭിക്ഷക്കാരന് 10 രൂപ കൊടുത്തു ഭിക്ഷക്കാരന് 10 രൂപ കൊടുത്തു. കുറച്ചു ദൂരം അവൻ നടന്നു പോയിട്ട് നീ തിരിച്ചാ ഭിക്ഷക്കാരനെ വിളിച്ച് 10 രൂപ വാങ്ങുന്ന നീ കഥ പറഞ്ഞല്ലോ. ഞാൻ വേറൊരു കഥ അങ്ങോട്ട് ചോദിക്കട്ടെ. നീ ഒരു ഭിക്ഷക്കാരന് 10 രൂപ കൊടുത്തു. കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ആ ഭിക്ഷക്കാരൻ നിന്നെ നോക്കി തിരിഞ്ഞു നിന്നിട്ട് തൂറിയിട്ട് എടുത്ത് മുഖത്തടിച്ചെന്ന് എങ്ങനെ ഇരിക്കും? കൊള്ളായിരിക്കോ? നീ 10 രൂപ കൊടുത്ത്, അതിന്റെ നന്ദിയാണ് അവൻ തൂറിയിട്ട് നിന്റെ മോന്തയ്ക്ക് എടുത്ത് അടിച്ചു തന്നെ. അത് സൂപ്പറായിരിക്കും. പറയടി. നന്ദിയേടുകളും കാണിച്ചിട്ട് വന്നിട്ട് കാട്ടവരാത്ത വിളിച്ച് പറയുന്നത് നിനക്ക് ഉളുപ്പുണ്ടാ? ഇല്ലെന്നറിയാം, വീണ്ടും ചോദിക്കുക. ഇത്ര മ്ലാച്ചമായി പോയല്ലോ നീയൊക്കെ. ഉളുപ്പില്ലാത്ത വർഗങ്ങൾ ഭിക്ഷക്കാരന്റെ കഥയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നീ പോയി വിച്ചയിടറി. ഇതിനേക്കാള് ഉളുപ്പില്ലാത്തവൾ മറ്റവളെ വിളിച്ചോണ്ട് പോ. എല്ലാം കൂടി വളഞ്ഞിരുന്ന് വിച്ചയിട്. ഇതിനേക്കാൾ അന്തസ്സുണ്ട്. ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാർ. ഇതൊക്കെ എവിടെന്നടാ കുറ്റിയും പറിച്ചോണ്ട് പോകണം? എത്ര ഇടിയും മിന്നലും വെറുതെ പോകണം. അപ്പൊ ഇതില് ഈ കിച്ചുവിനും ഋതപ്പനും കൊടുത്ത വസ്തു അത് തെറ്റായി പോയി, അല്ലെങ്കിൽ ബിഷപ്പിനെ അത് തിരിച്ചെടുക്കണം എന്നുള്ളത് ബിഷപ്പിന്റെ ആഗ്രഹമാണെങ്കിൽ തിരിച്ചെടുക്കട്ടെ. അതിന് ഈ പറഞ്ഞ രേണു വന്ന് തലത്തല്ലി അടിക്കുകയോ അല്ലെങ്കിൽ വാവിട്ട് നെഞ്ചടിച്ച് കരയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കുക, അത് ചിലപ്പോ മേ ബി അവര് പിന്നീടുള്ള അത് എന്ത് തന്നെ ആയാലും ബാക്കി ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുക. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാനും ചെയ്യാറുണ്ട് ആളുകൾക്ക്. പക്ഷെ ചെയ്തു കൊടുത്തതിന് ശേഷം അതിന്റെ പിറകെ ഇങ്ങനെ കിടന്ന് അലമുറയിട്ട് കരയാനായിട്ട് പോയിട്ടില്ല. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ വരുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ, ഇനി അതല്ല പോസിറ്റീവ് ആയിക്കോട്ടെ, അത് എന്ത് തന്നെയാലും അത് ദൈവവും അവരും തമ്മിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയും ഇവരിനി ഈ വസ്തു തിരിച്ചെടുക്കുവാണെങ്കിലും ഈ പറഞ്ഞ രേണു ഇവർ എടുക്കട്ടെ. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൊട്ടടിച്ച് ഘോഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞതുപോലെ അവരൊരു സാധനം കൊടുത്ത് ശരി. നീ ക്രിസ്ത്യാനിയാ? നീ എവിടത്തെ ക്രിസ്ത്യാനി? നീ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? നിനക്ക് ബൈബിളിൽ ഒരു വാക്യം കാണാതെ അറിയാവോ? നീ ബൈബിൾ അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഇത്രയും നന്ദികേടുകൾ കാണിച്ച് ഈ വർഗത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേടുത്ത വർത്തമാനം വന്നിരുന്ന് പറയുന്ന നീയൊക്കെയാണോ ക്രിസ്ത്യാനി? എടി ക്രിസ്ത്യന്റെ പേര് വേണ്ടി പോലെ ക്രിസ്ത്യാനികൾക്ക് അപമാനമായിട്ട് എന്നിട്ട് വന്നിട്ട് കുണവണാന്നടിക്കുന്നത്. നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണം? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? അയ്യോ, വന്നിരുന്ന് കൊരവള്ളി ഇട്ട് വെട്ടുന്ന വെട്ട് കാണുമ്പോൾ തന്നെ പിടിച്ച് ജവരി വരയ്ക്കാൻ തോന്നും. അവളെ പറച്ചിൽ നോക്ക്.
മറ്റേ ക്രിസ്ത്യാനിയാണ്, ഞാനും ക്രിസ്ത്യാനിയാണ്, ഞാനും ക്രിസ്ത്യൻ തന്നെ. മനസ്സിലായ? ആ ബിഷപ്പിനെ നീ കണ്ടിട്ടുണ്ടോ? നീ അദ്ദേഹത്തിട്ട് സംസാരിച്ചിട്ടുണ്ടോ? നിന്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് നീ ചുക്കാൻ പിടിക്കുമ്പോഴേ അവള് കാണിച്ചിട്ടുള്ള നന്ദിയേടിനെ പറ്റിയിട്ട് നിനക്ക് സംസാരിക്കാനുള്ള ചങ്കുറപ്പുണ്ടോ? നട്ടലിനുറപ്പുണ്ടോ നിനക്ക്? അവള് ചെയ്യുന്ന തെറ്റാണെന്ന് തുറന്ന് പറയാനുള്ള ചങ്കുറപ്പും നട്ടലിനുറപ്പും നിനക്കുണ്ടോ? നിന്നെ വെല്ലുവിളിക്കുകയാണ്. ഈ രേണു ചെയ്യുന്ന ഈ കോപ്രായം തെറ്റാണെന്ന് തുറന്ന് പറയാനുള്ള നട്ടലിനുറപ്പ് നിനക്കുണ്ടോ? ഉളുപ്പില്ലാത്ത സാധനങ്ങളെ എന്നിട്ട് വന്നിട്ട് ന്യായീകരിക്കണേ. കണക്കൊണ എന്നെ കണ്ടെന്ന് പറയിപ്പിക്കരുത്. പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവളുമാർ മറ്റേ നീ ഓങ്ങി വച്ചോ കേട്ടാ ചീന്തോ. കൊള്ളാം, നീ ഒരു പൊടിക്ക് അടങ്ങുന്നത് നിനക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ശരിയാവൂല മോളെ, നീ ഒരു പൊടിക്ക് അടങ്ങും. ക്രിസ്ത്യാനി പോലും ക്രിസ്ത്യാനി. നീയൊക്കെ എന്തർത്ഥത്തിലാട്ടി ക്രിസ്ത്യാനിയായത്? ദൈവത്തിൻ്റെ വഴിയാണ് നീയൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. കാലൻ്റെ വഴിയും സ്വീകരിച്ചുകൊണ്ട് വന്നിട്ട് കാലന് ഇതിനേക്കാൾ അന്തസ്സാണ്. സത്യം പരമസത്യം. ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ സ്വന്തം വസ്തുവിലെന്നാണ് 7 സെന്റ് വസ്തു എഴുതി കൊടുത്ത് അവിടെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് നിസ്സായ അവസ്ഥ കണ്ട് എന്നിട്ട് അങ്ങോട്ട് വസ്തു വാങ്ങിച്ച് നിന്നിട്ട് തിരിഞ്ഞു നിന്ന് തൂറി എറിഞ്ഞു കൊടുത്തിട്ട് ഇമാതിരി മറ്റേടുത്ത വർത്താനവും മറ്റേടുത്ത പരിപാടിയും ആ വ്യക്തിയോട് കാണിച്ചിട്ട് അതിനെ നീ വന്നിട്ട് ന്യായീകരിക്കണം. ഉളുപ്പില്ലാത്തവളെ. അയ്യേ. പിന്നെ കുറെ അപരാധികൾ പറയും ബിഷപ്പ് റീച്ചിന് വേണ്ടിയിട്ടാണ്, അതുപോലെ ബിഷപ്പിന്റെ വസ്തു വിറ്റുപോകാൻ വേണ്ടിയിട്ടാണ് രേണുവിന് വസ്തു കൊടുത്തതെന്ന്. അവർക്ക് വസ്തു കൊടുത്തതിന് ശേഷം അങ്ങേരെ വസ്തു വിറ്റു പോകുന്നില്ല. രേണുവിന്റെ അയൽവാസിയായിട്ട് ജീവിക്കാൻ ആർക്കും താല്പര്യമില്ല. ഇതാണ് അവസ്ഥ. മനസ്സിലായ? അദ്ദേഹത്തിന്റെ ബാക്കി വസ്തു ഇപ്പൊ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുക. കാരണം ഇവൾ അയൽവാസിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വസ്തു വേണ്ടെന്നാണ്. അങ്ങേരെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതോ നശിച്ച സമയത്ത് ഒരു തീരുമാനം എടുത്തും കൊണ്ട് സ്വന്തം അവസ്ഥയാണ് ആ ബിഷപ്പിന്റെ അവസ്ഥ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനി ബിഷപ്പ് റീച്ചിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വസ്തു രേണുവിന് കൊടുത്തതെന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ആദ്യമായിട്ടൊന്നല്ല വസ്തു കൊടുക്കുന്നത്. ഇവക്ക് കൊടുക്കുന്നതിന് മുന്നേ 7-8 പേർക്ക് വേറെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ദാനം കൊടുത്തത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. മനസാക്ഷിക്ക് ഒത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. പക്ഷെ തിരിച്ചടി ആദ്യമായിട്ട് ഇവളിൽ നിന്ന് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇമാതിരി നാറിയ തിരിച്ചടി. അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കൊന്ന് കാണാം. കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ട് നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർധനരായിട്ടുള്ള മറ്റ് 8 കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു. കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പ്ലാംതോട്ടത്തിലാണ് ഇത്തരത്തിൽ 8 കുടുംബങ്ങൾക്ക് കൂടി അദ്ദേഹം സൗജന്യമായി ഭൂമി നൽകിയത്. കേട്ടാ, കൊതം കൊണ്ട് കേട്ടോണ്ടിരുന്നില്ലേ സാധനങ്ങൾ? ഇനിയൊന്ന് ചെവി എടുത്തു വെച്ച് കേട്ടു നോക്ക്. 8 കുടുംബങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. നീയൊക്കെ ഒരു ഭിക്ഷക്കാരൻ വന്നു കഴിഞ്ഞാൽ 10 പൈസ കൊടുക്കാത്ത, അറുത്ത കൈക്ക് ഉപ്പ് വയ്ക്കാത്ത കുറെ കോപ്പുകളാണ്. നീയൊക്കെയാണ് ഈ വന്നിരുന്ന് കൊണയടിക്കുന്നത്. ഈ സജിനയായാലും മറ്റവളായാലും രേണുവായാലും ഇതെല്ലാം കേൾക്ക്. 8 പേർക്കാണ്, 8 കുടുംബങ്ങളെയാണ് അദ്ദേഹം സഹായിച്ചത്. നീയൊക്കെ ഇന്നേ വരെ ഒരു മനുഷ്യനെ, ഒരു പട്ടിക്കുഞ്ഞിനൊരു വടവാഞ്ചെങ്കിലും തിന്നാൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനത്തെ സാധനങ്ങളാണ് നീയൊക്കെ വന്നിട്ട് ന്യായീകരിക്കണം. ഈ സമൂഹത്തിൽ നിന്ന് നിന്നെയൊക്കെ ആട്ടി ഓടിക്കണം. നിന്നെയൊക്കെ വഴിയിട്ട് കണ്ടു കഴിഞ്ഞാൽ കല്ല് ഇറക്കിയെറിയണം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനത്തെ കാട്ടവരാതങ്ങളാണ് നീയൊക്കെ കാണിക്കുന്നത്. ആ വ്യക്തി 8 കുടുംബങ്ങളെ ഈ രേണുവിന് മുന്നേ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ റീച്ചിന് വേണ്ടിയിട്ടാണെന്നും ഞാൻ ഒരിക്കലും പറയില്ല. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ഏതെങ്കിലും 8 കുടുംബങ്ങളെ സഹായിക്കേണ്ട വല്ല അവസ്ഥ ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. ഇവിടെ സഹായിച്ചപ്പോൾ മാത്രം ഫോൾട്ട് പറ്റി. ജീവിതത്തിൽ എടുത്ത ഏറ്റവും വലിയ തെറ്റായ തീരുമാനം. അർഹതപ്പെട്ട കൈകളിൽ എത്തിയില്ല. പിന്നെ കിച്ചുവിന് ഇതപ്പനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിലും അവിടെ കയറി കിടന്ന് ഞരങ്ങുന്നത് അവളുടെ തന്തപ്പടിയൊക്കെയാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ആ കിച്ചു അവൻ എവിടെ പോയി? അവൻ കൊല്ലത്ത് പോയി. അവനിവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ജീവിച്ച അവന്റെ ജീവിതവും തൊലി, അത് അവനറിയാം. അതുകൊണ്ട് അവൻ നേരെ കൊല്ലത്ത് പോയി. ഇതാണ് അവസ്ഥ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കിടക്കുന്ന കുറെ കാട്ടപരാധികളുണ്ട്. എല്ലാത്തിനും മടൽ വെട്ടിയടിക്കണം. കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി കേൾക്കാം. ഭൂമിയിൽ സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം ഇപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ കുടുംബത്തിന് 7 സെന്റ് ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും 8 കുടുംബങ്ങൾക്കും തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിന് 13-ാം വാർഡിൽ ഇവിടെ ഒരു അംഗൻവാടി ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ഇവിടുത്തെ ഒരു അംഗൻവാടിക്കുമായിട്ട് 2 വർഷം മുമ്പ് തന്നെ വസ്തു എൻ്റെ കയ്യിലെ പണം മുടക്കി അവർക്ക് എഴുതി നൽകിയിരുന്നു. പക്ഷേ കേട്ടല്ലേ, അദ്ദേഹത്തിന്റെ കയ്യിലെ പൈസ മുടക്കി അദ്ദേഹം എഴുതി നൽകിയിട്ടുണ്ട് വസ്തു. നിങ്ങൾ കേൾക്ക്. ഈ ബിഷപ്പിനെ തെറി പറയുന്ന കുറെ അപരാധി മക്കളുണ്ട്. അപരാധി മക്കൾ എല്ലാം വന്നിരുന്ന് കേട്ട് നോക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തികൾ. നീയൊക്കെ ഇന്നേ വരെ
ആർക്കെങ്കിലും അർത്ഥമായി ഒപ്പ് വെച്ചിട്ടുണ്ട്? അപരാധികളെ കുറേ എണ്ണം ഉണ്ട്. കമൻറ്റിലൊക്കെ വന്നിരുന്ന് കൊണ അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് ഉരയ്ക്കാൻ തോന്നുന്നു എല്ലാത്തിനും. അത് പറയാതിരിക്കാൻ വയ്യേട്ടാ, ഞാൻ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നീക്ക് എന്നാണെന്ന് വെച്ചാൽ ഉണ്ടാക്കും. എന്തായാലും നമ്മൾ നനഞ്ഞു കുളിച്ച് കയറിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇദ്ദേഹം 8 കുടുംബങ്ങൾക്ക് കൊടുത്തതിൽ ഒരു കുടുംബക്കാർ പോലും ഇന്നേ വരെ ഒന്നും ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ സ്വന്തം വസ്തുവിൽ നിന്ന് ആണ് എഴുതി കൊടുക്കുന്നത്. ദാനം ചെയ്യുക. അദ്ദേഹത്തിന് കുടുംബം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി തനിക്കുള്ളതെല്ലാം ഇങ്ങനെ ചാരിറ്റി ചെയ്ത് അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ടെത്തുന്നു. അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിക്കാണ് ജീവിതത്തിൽ ഇത്രയും വലിയൊരു അമളി പറ്റിയത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കാം. അതൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഒരു യൂട്യൂബ് ചാനൽ വളർത്തിയെടുക്കാം. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ കാര്യം നോക്കി പോകുന്നു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഞാൻ ബിഷപ്പിനെ നേരിട്ട് പോയി കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാനിത് സംസാരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഈ ഒരു അവസ്ഥ ഒരു മനുഷ്യന്മാർക്കും ഉണ്ടാവില്ല. ദാനം ചെയ്തിട്ട് ഇങ്ങോട്ട് അവരുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അത് വളരെ പരിതാപകരമുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാനും പറ്റൂല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഈ രേണുവിനെയും കുടുംബത്തിനെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിടണം. ആ കിച്ചുവിനും ഋതപ്പനും പ്രായമാകുന്ന സമയത്ത് അവർക്ക് വന്ന് താമസിക്കാനുള്ള റൈറ്റ്സ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുക്കാം. അല്ലാണ്ട് ഇതിനെയൊക്കെ ഈ നന്ദികെട്ട വർഗ്ഗങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടണം. അതാണ് എൻ്റെ അഭിപ്രായം. ഈ നന്ദികെട്ട വർഗ്ഗങ്ങൾ അവിടെ താമസിക്കണ്ട. എന്തിന് ഇതിനൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് കലി വരുന്നു. പിന്നെ ഫിറോസിക്ക വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഏത് വസ്തു തിരിച്ചെടുക്കുകയാണെങ്കിൽ വീട് എന്ത് ചെയ്യുമെന്ന്. വീട് എന്തെങ്കിലും ചെയ്യും, അർഹതപ്പെട്ട ആർക്കെങ്കിലും കൂടുക. അല്ലെങ്കിൽ ആ പ്രായമാവുന്ന സമയത്ത് കിച്ചുനും ഋതപ്പനും അവന്മാരെ പയ്യന്മാരായി സെറ്റായി ജീവിതം തുടങ്ങുന്ന സമയത്ത് വരട്ടെ, അപ്പോഴാട്ടോ കൊടുക്കുക. ഈ മോളുകളെല്ലാം കൂടി പിടിച്ച് അതിൻ്റെ അകത്ത് ഇടാണ്ട്. എനിക്ക് അതേ പറയാനുള്ളൂ. കലാകാരനായിരുന്ന കൊല്ലം സുധീര ആകസ്മികമായിട്ടുള്ളൊരു വേർപാടിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് വസ്തു നൽകിയതിന് ശേഷമാണ് സൈബർ ബുള്ളിങ്ങിലൂടെ മറ്റുള്ളവരെ എനിക്ക് വിരോധമായിട്ട് ധാരാളമായി പറയുവാനിടയായത്. എന്നാൽ അതിലുപരിയായിട്ട് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട പല കണ്ടല്ലോ. അദ്ദേഹം സഹായിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇന്നേ വരെ ഒരു മനുഷ്യനെന്ന് പരാതി പറഞ്ഞിട്ടില്ല. കാരണം ആരും വരത്തില്ല. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഒന്നുമില്ലായ്മയിൽ കിടന്ന ആൾക്കാർ, അല്ലെങ്കിൽ കയറി കിടക്കാൻ ഒരു ഇടമില്ലാതെ കിടന്ന ആൾക്കാരെ അദ്ദേഹം സഹായിച്ചതാണ്. അവർക്ക് ആ നന്ദി കാലാകാലം ഉണ്ടാവും. എന്ന് വെച്ചിട്ട് കാല് കഴുകി വെള്ളം കുടിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ആ നന്ദി അവർക്ക് ഉണ്ടാവും. ഒരിക്കലും സഹായം കിട്ടിയ ഒരാൾ ആ കിട്ടിയ സാധനത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരത്തില്ല. പക്ഷെ അങ്ങനെയും വന്നൊരു ചരിത്രം, അതാണ് രേണു. ഇതുപോലത്തെ കുറെ കോപ്പിലെ സാധനങ്ങൾ കാരണമാണ് ഇവിടെ ഒരാൾ ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ പോലും മടിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൊണ്ട് എത്തിക്കുന്നത്. ദൈവമേ, എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ കർമ്മ ഇതിനുള്ള മറുപടി കൊടുക്കണേ. പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് പ്രതിഫലം ഇച്ഛിക്കാതെ ഇറങ്ങിച്ചെന്ന് എന്നാൽ ആവുന്ന രീതിയിൽ പ്രയത്നിക്കുവാൻ, പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം നല്ലൊരു മനസ്സ് തന്നു. അതിൻ്റെ ഉദാഹരണമാണ് നാം ഇന്ന് രാവിലെ കണ്ടതായിട്ടുള്ള ഈ ഏറ്റവും അർഹതപ്പെട്ട, ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഈ പാവങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ വീടിൻ്റെ കട്ടളവെപ്പ് ചടങ്ങ്. അതിലുപരിയായിട്ട് ലൈഫ് മിഷൻ വഴി ഇവിടെ ഈ 8 കുടുംബങ്ങൾക്ക് വസ്തു നൽകിയതിൽ ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ ഒരെണ്ണം പണി പൂർത്തീകരിച്ചു. ഒരെണ്ണത്തിൻ്റെ കട്ടളവെപ്പാണ് ഇപ്പോൾ നടന്നത്. അടുത്തത് ഉടൻ തന്നെ ഉണ്ടെന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. സർക്കാർ അന്ന് തന്നെ ലൈഫ് മിഷൻ വഴി വീട് കൊടുക്കും. പൊന്നു ബിഷപ്പേ, അങ്ങേക്ക് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിക്ക് തൻ്റെ സമയദോഷമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സൈബർ ബുള്ളിങ്ങിന് ഇടയാവേണ്ട ഒരവസ്ഥ ഉണ്ടായത്. അതും അർഹതപ്പെടാത്ത ഏതോ ഒരു തീട്ടക്കുഴി കിടന്ന സാധനങ്ങളെ സഹായിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരവസ്ഥ അങ്ങേക്ക് ഉണ്ടായത് വളരെയധികം വിഷമമുണ്ട്. ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. നന്ദി ചെയ്തിട്ട് ആ നന്ദികേടിൻ്റെ പേരിൽ തിരിച്ചടി കിട്ടുന്ന ഒരവസ്ഥ, അത് വളരെ പരിതാപകരാവസ്ഥയാണ്. ഇനി ഈ രേണുവിൻ്റെ കൂടെ നടന്ന ചങ്ക് കൂട്ടുകാരി ഉണ്ടായിരുന്നു, നിമിഷ ബിജോ, പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം. കിട്ടിയില്ല അതിനുള്ളത്. പക്ഷെ മക്കളുടെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്. എന്നാലും ഇത് ചോദിച്ചു മേടിച്ചതാണ്. രേണു ഇത് ചോദിച്ചു മേടിച്ചതാണ്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കൂടെ ഉള്ളവർ നന്നാവണം. കൂടെ ഉള്ളവരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം. നമുക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റില്ല. നമ്മളത് കട്ട് ചെയ്തോളം കൊണ്ട്. അല്ലെങ്കിൽ ഇത് കൂടെ നിന്നിട്ട് എന്താ പറയാ, ബിഷപ്പിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെയൊക്കെ ബിഷപ്പാമ്പെന്നും കൊലക്കച്ച് കെട്ടി അദ്ദേഹം വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പൊ ചെയ്തേക്കുന്ന ആ ഒരു തീരുമാനം ബിഷപ്പ് ഞാൻ 100% അതുമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു. കാരണം എന്തിനാണ് ഇതുപോലുള്ള മനുഷ്യനെയൊക്കെ ഇത്ര ഇതാകട്ടെ, താരം കിട്ടിയത് തന്നെയാണെന്നും പറഞ്ഞ് നമ്മൾ അവരെ കാൽച്ചോട്ടി കിടക്കണ്ട. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബിഷപ്പിന്റെ ആ ഒരു താമസിക്കുന്ന ആ വീടാണ് എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി പുള്ളിയോട് പറയാം.
ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളിനെ വിശപ്പാമെന്നൊക്കെ വിളിച്ചിട്ട് നാണം കെടുത്തപ്പോ ആൾക്കാർ അനങ്ങാതിരിക്കൂല. അതെ, അതത്രേ ഉള്ളൂ. നിമിഷ വെച്ചോ നല്ല വിവരത്തോടെ ബോധത്തോടെ ഒക്കെ സംസാരിച്ചു തുടങ്ങിയല്ലേ. ഞാനുള്ള കാര്യം പറയാം. എനിക്ക് ഇത്രയും കലി വരാനുള്ള റീസൺ അദ്ദേഹം ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ടുള്ള ഇത്ര കേൾക്കുന്നത്. എനിക്കത് അങ്ങോട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. എനിക്ക് പേഴ്സണലി ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് എല്ലാത്തിനെയും പിടിച്ച് ചവരി ചേർക്കാൻ തോന്നുന്നു. ആ ദേഷ്യം എനിക്കാണ് വരുന്നത്. കാരണം അത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അദ്ദേഹം ഇവളുമാരുടെയൊക്കെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വന്ന ഒരു അവസ്ഥ, അതും ഇത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി, അത് വല്ലാത്തൊരവസ്ഥയാണ്. ഈ രേണു ആയാലും സജിനയായാലും ഇവരെല്ലാം ആക്ഷേപിച്ചത് ഒരു മതത്തിന്റെ ടോപ്പിലിരിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല, ആ മതത്തെ മുഴുവനായിട്ടാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ മതം പിടിച്ചിടുന്നു എന്നല്ല, മതത്തിന്റെ പേരിൽ അടിയുണ്ടാക്കുന്നു എന്നല്ല. ഒരു ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രയും രീതിയിൽ പുച്ഛിച്ച് തള്ളുന്ന സമയത്ത് ആ വ്യക്തി ഏത് ലെവലിലുള്ള വ്യക്തിയാണെന്നൊന്ന് ആലോചിക്കണം. ഈ ക്രിസ്ത്യൻ മതം പ്രകാരം ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ബിഷപ്പ് എന്നൊക്കെ പറയുന്നത്. ഓരോ ഇതുണ്ട്, CSI, RC അങ്ങനെയൊക്കെ പല കാറ്റഗറി ഉണ്ട്. അതിൽ ഒരു കാറ്റഗറിയിൽ ടോപ്പിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, ആ മതത്തെയാണ്, ആ വിശ്വാസത്തെയാണ്, ആ വ്യക്തിയും ആ വ്യക്തിയുടെ പൊസിഷനുമാണ്. അതുപോലെയുള്ള ബാക്കിയുള്ള മറ്റുള്ള ബിഷപ്പുമാരെയാണ് ഈ രേണുവും കൂട്ടുകാരും ചേർന്നിട്ട് ആക്ഷേപിച്ചിട്ടുള്ളത്. ഇതിനെതിരെ നടപടിയെടുക്കണം. ശക്തമായ പ്രതിഷേധമാണ് വരേണ്ടത്. കാരണം ഇങ്ങനെ ഒരിക്കലും ഒരു അപരാധി മക്കളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് കാട്ടപരാധമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി ലക്ഷ്മി നക്ഷത്രം പറയുന്ന കുറച്ച് കാര്യമുണ്ട്, കേട്ടോക്കാം. ഈ വർഷം ഉണ്ടാവും. അതെ, വൈറ്റ് ഗോൾഡിന്റെ ഓക്കെ. ശരി, ഈ റിക്കാരെ കൊല്ലം സുധിച്ചേട്ടന്റെ മോനുമായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? കോണ്ടാക്ട് ഉണ്ടല്ലോ, ഞാൻ കണ്ടിരുന്നു ഈ ലക്ഷ്മി നക്ഷത്രം ഒറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം. എവിടെയോ ഒക്കെ കിടന്നതിനൊക്കെ വലിച്ചീത്തെടുത്തോണ്ട് നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് നീ താണ്ടാ ഞങ്ങൾ പറഞ്ഞ നടൻ, അതുപോലെ ഒരു സാധനം അടിച്ചു കൊടുത്തു, നീ സെലിബ്രേറ്റ് ചെയ്യണം. അതോടെ തൊലഞ്ഞതാണ് ഈ നാട്. കേരളക്കാർ കത്തി 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 ഈ ലെവലിലായി നാശം പിടിക്കാനായിട്ട്. മട്ടൽ വെട്ടി അടിക്കേണ്ട നിന്നെയാണ് ആദ്യം ലക്ഷ്മി. ഞാൻ ഉള്ള കാര്യം പറയാം. ഇനി ഞാൻ ഇൻസ്റ്റയിൽ ഈ ബിഷപ്പിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബിഷപ്പ് രേണു വിഷയവുമായി ബന്ധപ്പെട്ട്. അതിന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ടുള്ള ഒരു 2-3 കമന്റിന് രേണു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെ തന്നെ വേണം, അഹങ്കാരം ചില്ലറ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ചിരിച്ചും കൊണ്ട് ഇമോജി ഇട്ട് താഴെ രേണു. ആർക്കതിന്, എനിക്കാരും ഒന്നും തന്നില്ലല്ലോ. ചിരി ചിരി ചിരി, അവർക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല രേണുന്ന്. എനിക്കാരും ഒന്നും തന്നില്ലല്ലോ എന്ന്. എടി, നിനക്കൊക്കെ കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ വഴിയരികിൽ പിച്ചെടുക്കുന്നതിനേക്കാളും ഗതികെട്ടൊരവസ്ഥയിൽ എവിടെയോ കിടന്ന നിന്നെയൊക്കെ നല്ലൊരു സ്ഥലവും തന്ന് അവിടെ ഒരു വീടും വെച്ചെന്ന് പിടിച്ചിരുത്തിയ ആൾക്കാർ മടൽ വെട്ടി അടിക്കണം. ഉള്ള കാര്യം പറയാം, സീരിയസ്ലി. നീയൊക്കെ ഇത്രയും പണത്തിന്റെ ഊങ്കും കുന്തളിപ്പും കയറിയപ്പോൾ മറ്റുള്ളവരെ പുറം മറന്ന് എണ്ണ തേക്കാൻ തുടങ്ങി. നിന്റെ നാശത്തിലേക്കുള്ള പോക്ക. നീ അധിക കാലമൊന്നും പോകില്ല രേണു. നീ അനുഭവിക്കും ഈ ശാപത്തിനും ഈ നിന്റെ ഒരു കുന്തളിപ്പിനുള്ള മറുപടി കർമ്മ എല്ലാം കൂടി നിനക്കങ്ങ് അടിക്കും. ബിഷപ്പിന്റെ ശാപം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ഒരു ശാപം നിന്റെ തലമുറയെ ബാധിക്കാതിരിക്കട്ടെ. കാരണം കുട്ടികൾ പാവം, പക്ഷെ നിനക്ക് കിട്ടണം. ഞാൻ അതേ പറയുള്ളൂ. ഇനി ആ പെൺകുട്ടി അതിന് താഴെ വേറെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ 2ാമത്തെ മകൻ ആരുടെ? അവന്റെ അമ്മ നിങ്ങൾ തന്നെയല്ലേ? ബോധമില്ല രേണുവിന് ബോധമില്ല. വേറൊരു കമന്റ് വായിക്കാം. രേണു എന്ന് പറഞ്ഞാൽ മതി ചേട്ടാ, ആ നല്ല മനുഷ്യൻ സുധിച്ചേട്ടന്റെ പേര് അവരുടെ കൂടെ പറയാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മു ലച്ചു ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ യെസ് എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുത്തു. അതിന് താഴെ രേണു അല്ല നിന്റെ കെട്ടിയവന്റെ പേര് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മാസ് ഡയലോഗ് അടിച്ചതാണ്. വാച്ചായിരിക്കണം. ആദ്യം എണീറ്റിന്ന് ഒരു വളി വിടാൻ പടി, എന്നിട്ട് മാസ് ഡയലോഗ് അടിക്കാൻ പറയാം. അപ്പൊ അമ്മു റിപ്ലൈ കൊടുത്തു. പറഞ്ഞോ ഇല്ലാത്തതിന്റെ പേര് ഇങ്ങനെ പറയാൻ ചേച്ചിക്ക് ഇഷ്ടമുള്ളത് നോക്കി പറഞ്ഞു. ഐ തിങ്ക് അമ്മു സിംഗിൾ ആണെന്ന് തോന്നുന്നു. അതാണ് അമ്മു അങ്ങനെ ഒരു റിപ്ലൈ കൊടുത്തത്. എന്തെല്ലാം കൊള്ളാം, നല്ല റിപ്ലൈ. അങ്ങനെ രേണുവിന്റെ ഒരു കമന്റ് പോരാട്ടമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരിക്കും. ഇനി എന്തെങ്കിലും കൊണാണ്ട് ഡയലോഗ് അടിച്ചുകൊണ്ട് വരും. ബിഷപ്പ് ആ വസ്തു തിരിച്ചെടുത്ത് അത്രയും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. ആ പിള്ളേർക്ക് പ്രായമാകുമ്പോൾ തിരിച്ചു കൊടുക്കുക, അല്ലാണ്ട് ഈ സാധനങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടും. ആ രേണുവിനെയും രേണുവിൻ്റെ അച്ഛനെയൊക്കെ അതിനെയൊന്നും അവിടെ താമസിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. നന്ദികെട്ട വർഗ്ഗങ്ങളാണ്. ഇതിനെയൊന്നും ഒരിക്കലും അടുപ്പിക്കരുത്. എൻ്റെയൊക്കെ കൂടെ കുറേണ വാലും പിടിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനെയും പറ്റി എൻകൗണ്ടർ ചെയ്തിട്ടണം. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. ഇതിനൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ.